എൻ്റെ കൂടെ ഉള്ളത് അഭിൽ ദേവ്. ഇദ്ദേഹം വളരെ പ്രമുഖനായ ഫാഷൻ കൊറിയോഗ്രാഫറും ഫാഷൻ ഷോസ് ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ഒരുപാട് വേദികൾ നടത്തി പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒന്ന് രണ്ടുപേരും കൂടെ വരാനുണ്ടായിരുന്നു, അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ സാഹചര്യവും വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് സാധാരണ ഈ പ്രസ് മീറ്റുകളിൽ നമ്മൾ ആദ്യം വാക്കുകളാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഈ ഫസ്റ്റ് പേജിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് നിങ്ങളുടെ എല്ലാം ഓർമ്മയിൽ വരുന്ന 2-3 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് മിനിഞ്ഞാന്ന് ജീവൻ ഒടുക്കിയ പീറ്ററാണ്. അപ്പോൾ ആ പീറ്റർ പറയുന്നത്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഭാര്യയുടെ പീഡനം സഹിക്കാൻ വയ്യ, ഞാനതുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ്. എൻ്റെ അവസാന ആഗ്രഹം എൻ്റെ ശവപ്പെട്ടിയുടെ മുകളിൽ എൻ്റെ ഭാര്യ എന്നെ ടോർച്ചർ ചെയ്യാൻ മരിച്ചതാണ് എന്ന് എഴുതി വെക്കണമെന്നാണ്. അദ്ദേഹത്തിൻ്റെ മരണം ഇന്നലെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും വാർത്തയാക്കിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള വാർത്ത 2 വർഷം മുമ്പുള്ളതാണ്. അത് ഇന്ത്യയിൽ തന്നെ പ്രമാദമായൊരു കേസാണ്. 7 വർഷം ഒരാൾ വ്യാജ കേസിൽ ജയിലിൽ കിടന്നു. 7 വർഷം. സാധാരണക്കാരനുമല്ല, കേന്ദ്രീയ വിദ്യാലയയിലെ സാറാണ്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി ഇദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി കൊടുത്തു. പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തു. ഇദ്ദേഹം തനിക്ക് മയക്കുമരുന്ന് നൽകി മയക്കി, ഇദ്ദേഹം തന്നെ റേപ്പ് ചെയ്തു, പ്രഗ്നൻ്റ് ആക്കി, അബോർട്ട് ചെയ്യിച്ചു. ഇതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള വാർത്ത. എല്ലാം പ്രമുഖ ടൈംസ് ഓഫ് ഇന്ത്യ, മനോരമ, ലൈവിലോ അടക്കമുള്ളതിൽ എടുത്തു കൊടുത്തിരിക്കുകയാണ്. 7 വർഷത്തിന് ശേഷം കോടതി കണ്ടെത്തി ഈ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല, അബോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, പ്രഗ്നൻ്റ് ആയില്ല, അബോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 7 വർഷം കഴിഞ്ഞാണ് ഇദ്ദേഹത്തെ വെറുതെ വിട്ടത്. ഇദ്ദേഹം 12ാം ക്ലാസ്സിലെ കുട്ടി, സ്കൂളിലെ എന്തോ മാർക്ക് പ്രശ്നം അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ തമ്മിൽ തർക്കം ഉണ്ടായതുകൊണ്ട് ഈ വ്യാജ പോക്സോ കൊടുത്ത് 7 വർഷമാണ് ഒരാൾ ജയിലിൽ കിടന്ന അവസാനം കോടതി നിരപരാധിയാണെന്ന് കണ്ടെത്തിയത്. തൊട്ടിപ്പുറത്ത് നമ്മുടെ എല്ലാം പെട്ടെന്ന് മനസ്സിൽ ഓർമ്മയുള്ള ശ്രീ രഞ്ജിത്ത് സാറാണ്, പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ കൂടിയുള്ളത്. കർണാടക ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ കേസിനെക്കുറിച്ച് പറഞ്ഞത് ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എ ഫോൾസ് കേസ്. അതായത് ഇത് ക്ലാസിക് ഉദാഹരണമാണ് ഫോൾസ് കേസിൽ. 2015 തുടങ്ങിയ ഹോട്ടലിൽ വെച്ച് 2012 പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഒരാൾ കേസ് കൊടുത്തിരുന്നത്. ഇനി അടുത്തത് നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി, അതുകൊണ്ടാണ് ഫ്രണ്ട് പേജിൽ കൊടുത്തത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത ഈ 4-മത്തെയാണ്. ഇതാണ് ഞങ്ങൾ ശ്രമിക്കുന്നതും ഞങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുന്നതും. UP-യിലെ ഒരു കോടതി 1653 ദിവസം ഒരു സ്ത്രീക്ക് തടവ് ശിക്ഷ ലഭിച്ചു. 5.8 ലക്ഷം രൂപ ആ വ്യക്തിക്ക് ഫൈന് മേടിച്ചു. എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ വ്യാജ റേപ്പ് പരാതിയിൽ ഒരു പുരുഷൻ 1653 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 വർഷം ജയിലിൽ കിടന്നു. കോടതി അവസാനം ഇത് ഫോൾസ് കേസാണെന്ന് കണ്ടെത്തി. എത്ര ദിവസം പുരുഷൻ ജയിലിൽ കിടന്നോ അത്രയും ദിവസം ഈ സ്ത്രീയും ജയിലിൽ കിടക്കണമെന്നും ഈ കാലം കൊണ്ട് ഇയാൾക്ക് എന്ത് റവന്യൂ ഉണ്ടാകുമായിരുന്നോ ആ റവന്യൂ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പിടിക്കാൻ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ കഴിഞ്ഞ വർഷം 2024 കോടതി ആദ്യമായിട്ടായിരിക്കും അങ്ങനെയുള്ളൊരു വിധി പുറപ്പെടുവിച്ചത്. അതിന് സ്ട്രിക്ട്ലി സെക്ഷൻ ഉണ്ടോ, നിയമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷേ കോടതി വളരെ പോസിറ്റീവായിട്ട് ഒരു മൂഡിലെടുത്ത് എത്ര ദിവസം പുരുഷൻ വ്യാജമായി ജയിലിൽ കിടന്നോ, വ്യാജ പരാതിയിൽ ജയിലിൽ കിടന്നോ അത്രയും ദിവസം ആ സ്ത്രീയും വ്യാജമായി ജയിലിൽ കിടക്കണം. ഇത് ഞങ്ങളുടെ ആവശ്യമല്ല, ബഹുമാനപ്പെട്ട ഒരു കോടതി നൽകിയ വിധിന്യായത്തിൻ്റെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് പുരുഷ കമ്മീഷൻ എന്ന ആശയം ഇതിൻ്റെ പേരിലാണ്. യഥാർത്ഥത്തിൽ ഈ പത്രക്കുറിപ്പിലൊന്നും എൻ്റെ വ്യക്തിപരമായ കാര്യം കാണാത്തത്, ഇന്ന് ഞാൻ ഇന്നലെ ഉണ്ണികൃഷ്ണൻ സാറിനെ അടക്കം ഇവിടെ വിളിച്ച് ഇവിടുത്തെ ട്രഷറിയും ഒക്കെ വിളിച്ചിട്ട് ഒരു പത്രസമ്മേളനം ബുക്ക് ചെയ്തപ്പോൾ എനിക്കെതിരെ ഹണി റോസിൻ്റെ പരാതി വന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞങ്ങളതുകൊണ്ട് ഈ പത്രക്കുറിപ്പെല്ലാം ബുക്ക് ചെയ്ത് ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ അതായത് വൈകിട്ട് ഏകദേശം 8:30 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോൾ 1-2 ചാനലുകളിലും മറ്റും വിളിച്ചു പറഞ്ഞു ഹണി റോസ് വീണ്ടും എനിക്കെതിരെ പരാതി നൽകി. അതായത് പോലീസ് കഴമ്പില്ലെന്ന് കണ്ട്, പോലീസ് ഇയാൾക്കെതിരെ കേസിടാൻ പറ്റില്ല, കോടതി വഴി പോകാൻ കണ്ട്, നിങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കണ്ടു കാണും. കോടതി വഴി പോകണമെന്ന് പറഞ്ഞ കേസ് പോലീസ് ഇന്നലെ വീണ്ടും കേസെടുത്തു. കേസെടുത്തിരിക്കുന്നത് ഈവ് ടീസിങ് അടക്കമുള്ള വകുപ്പുകൾ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. BNS-ൻ്റെ 76-ഉം IT ആക്ടിൻ്റെ 67-ഉം ഒക്കെ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ്. ഞാൻ ചാനൽ ചർച്ചയിൽ ഇരുന്ന് ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഈ IT ആക്ടിൻ്റെ 67 വകുപ്പിൽ വരുന്നത്, ഇതെങ്ങനെയാണ് BNS-ൻ്റെ 76 വകുപ്പിൽ വരുന്നത്. നമ്മുടെ നാട്ടിലെ നിയമം നമ്മുടെ കൺമുന്നിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയല്ലേ. നമ്മുടെ കൺമുന്നിൽ കൺവെട്ടത്ത് വകുപ്പുകൾ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ്, അതായത് 4 ദിവസം മുമ്പാണ് ഹൈക്കോടതി എൻ്റെ കേസ് തീർപ്പാക്കുകയും രാഹുൽ ഈശ്വറിനെ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്യണമെങ്കിലോ കോഴ്സീവ് ആക്ഷൻ എടുക്കണമെങ്കിലോ 2 ആഴ്ച നോട്ടീസ് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ PV കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ ബെഞ്ച് 3-4 ദിവസം മുമ്പുള്ള വിധിന്യായം നടന്നിരിക്കുകയാണ്. പോലീസ് ഇന്നലെ വീണ്ടും കേസ് എടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്?
കാര്യം ഈ നാട്ടിൽ അങ്ങനെ പുരുഷനെതിരെ കേസെടുക്കുന്നതാണ് പുരോഗമനം. പുരുഷനെ അങ്ങനെ കേസിൽ കൊടുക്കുന്നത് എന്തോ വലിയ കാര്യം ചെയ്യലാണ്. പുരുഷനെതിരെ വ്യാജ പരാതി വന്നാൽ അത് പെൺകുട്ടി എന്ത് ചെയ്താലും പ്രശ്നമില്ല, ആ വ്യാജ പരാതി നിലനിൽക്കും എന്നുള്ളൊരവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഞാനായതുകൊണ്ട് ഫൈറ്റ് ചെയ്യും, സംശയമൊന്നുമില്ല. ഈ പത്രസമ്മേളനത്തിൽ പറയാതെ ഇതിൽ എഴുതാത്ത ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ അഡ്വക്കേറ്റിനോട് സംസാരിച്ച് എൻ്റെ ഹണി റോസിൻ്റെ പരാതിയോടുള്ള പ്രതികരണം, അതായത് ഹണി റോസിനോട് വളരെ ബഹുമാനത്തോടെ മാത്രമേ ഞാൻ ഡീൽ ചെയ്തിട്ടുള്ളൂ, ബഹുമാന പുരസരം മാത്രമേ വിമർശനം നടത്തിയിട്ടുള്ളൂ. അവർ എനിക്ക് നേരെ പരാതി കൊടുത്താലും ഇല്ലെങ്കിലും അവർക്കെതിരെയുള്ള വിമർശനം കൂടുകയോ കുറയുകയോ ചെയ്തില്ല. കാര്യം ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുക്കുന്നത് കൊണ്ടല്ലല്ലോ ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. പക്ഷേ ഹണി റോസിൻ്റെ ഈ പരാതി കൊടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, അതായത് ഈ വ്യാജ പരാതിയുടെ ഒരു ഇരയാണ് ഞാനും. അതുകൊണ്ട് ഹണി റോസും എന്താണ് കേസ് നടത്താൻ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിരിക്കണം. ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും. അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അത് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കും. അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലയിൻറ്റ് പോലീസിലും അതോടൊപ്പം കോടതിയിലും കൊടുക്കും. ഹണി റോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിൻ്റെ കാര്യമെന്ന്. ഈസി ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ആണിന് നേരെ വ്യാജ പരാതി കൊടുത്തിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്നൊരവസ്ഥ ഈ നാട്ടിൽ ഇനി ഉണ്ടാവരുത്.